ശ്രീ നന്ദു നോക്കൂ, പ്രീണനമല്ല. ഇന്ത്യ എന്ന മതേതര രാജ്യത്ത് മനസമാധാനത്തോടു കൂടി തുല്യ അവകാശത്തോടു കൂടി ജീവിക്കാൻ എല്ലാവർക്കും ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്, അവകാശം നൽകുന്നുണ്ട്. ആ അവകാശമാണ് വേണ്ടത്, പ്രീണനമല്ല. വളരെ വ്യക്തമാണ്, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. അതാണ് ഇന്ന് പള്ളികളിൽ മതമേലധ്യക്ഷന്മാരുടെ സന്ദേശങ്ങളിലും നിറയുന്നത്. അല്ല, ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും അവർക്ക് BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ക്രിസ്മസ് ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം എവിടെയൊക്കെയോ കുറേ പേരുകൾ ഉദ്ധരിക്കുന്നു. ഇതിലേതൊക്കെയാണ് സംഘപരിവാർ സംഘടന എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ അത് പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ചർച്ചയുടെ ഭാഗമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞതിൽ പകുതിയിലധികം കാര്യങ്ങളും ആ പകുതിയിലധികം സംഘടനകളും അല്ലെങ്കിൽ ഏറെക്കുറെ എല്ലാ സംഘടനകളും സംഘപരിവാറുമായി പുലബന്ധം പോലും ഇല്ലാത്ത സംഘടനകളാണ്. ഒന്ന്. രണ്ട്, അദ്ദേഹം ഈ ഈസ്റ്റർ ദിവസത്തിൽ കഴിഞ്ഞ 2 ദിവസം മുൻപ് നടന്ന പാലക്കാട്ടെ സംഭവം വരെ അദ്ദേഹം ഏതൊക്കെ സംഭവങ്ങൾക്ക് പിന്നിലുള്ളവരാണ് ഉത്തരവാദിത്തമാണ് നിങ്ങൾ തള്ളുന്നതെന്ന് പ്രത്യേകം പറയാം. ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം വളരെ വാചാലമായി, അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രാസമൊക്കെ ഒപ്പിച്ച് അദ്ദേഹം 1, 2, 3 എന്നൊക്കെ അക്കമിട്ട് ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം ഏറ്റവും അവസാനം ഇന്നലെ ഫാദർ താങ്കൾ പറഞ്ഞപ്പോൾ വിത്ത് ഡ്യൂ റെസ്പെക്ട് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഉത്തരവാദിത്തമുള്ള ഒരാളായിട്ട് അത് കേട്ടുകൊണ്ടാണ് ഞാൻ വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ് എണ്ണമിട്ട് പറഞ്ഞതിൽ ഏത് സംഘടനയാണ് സംഘപരിവാറുമായി ബന്ധമില്ലാത്തതെന്ന് പറയാൻ താങ്കൾക്ക് ബാധ്യതയുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അദ്ദേഹം പറഞ്ഞപ്പോൾ താങ്കൾ ഇടപെട്ടില്ല. ഞാൻ എന്റെ പോയിന്റ് വെച്ചതിന് ശേഷം താങ്കൾ ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറാണ്. അദ്ദേഹം അക്കമിട്ട് നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ വ്യക്തതയില്ലാത്തടത്ത് നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ അത് കറക്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴും ഇന്നലെ, അതായത് ക്രിസ്മസ് തലേന്ന് ഈ ആലപ്പുഴ ജില്ലയിലെ ഒരു ചാരുമൂട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ്. ചാരുമൂട് പ്രദേശത്ത് 3 വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ DYFIയുടെ ഒരു മേഖലാ സെക്രട്ടറി കമ്പ് കൊണ്ട് തല്ലുന്നത് കണ്ടിട്ടും അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ഞാൻ വിചാരിച്ചതില്ല, വളരെ ലിബറലായി അദ്ദേഹം അതും കൂടി ചേർത്ത് പറയും. കാരണം ഇന്നലെ നടന്നതാണ്, ക്രിസ്മസ് തലേന്ന് നടന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് അദ്ദേഹം പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ അദ്ദേഹം അത് പറയാതെ അത് മാത്രമായി ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാതെ പോകും എന്ന് അദ്ദേഹം ധരിക്കേണ്ടതില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഫാദർ ഇതിനകത്ത് സഹിഷ്ണുതയുടെ ഫാദർ എന്തുകൊണ്ട് അത് പറയാതെ പോയത്? ഞാൻ ഇവിടെ പറഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഫാദർ എന്താ ഇന്നലെ ഫാദർ ഏറ്റവും അവസാനം താങ്കൾ 4 ദിവസം മുൻപുള്ള ഞാൻ താങ്കളോടൊരു വാദപ്രതിവാദത്തിലില്ല, ബന്ധപ്പെട്ട് സംഭവിച്ച ആക്രമണങ്ങളെ ഞാൻ അതാ പറഞ്ഞത്. ഫാദർ അങ്ങനെ പറഞ്ഞു വരുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഫാദർ അങ്ങനെ പറഞ്ഞു വരുമ്പോ താങ്കൾ പറഞ്ഞതിൽ ഈ പാലക്കാട് പുതുശ്ശേരിയിൽ നടന്ന വിഷയത്തിൽ അവിടുത്തെ സഭയുടെ നേതാവ് ബിഷപ്പ് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു, ആ കരോൾ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു കരോൾ സംഘം ഞങ്ങളുടെ, അതായത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേതോ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഏതോ ഒരു സംഘമാണ് എന്ന് അദ്ദേഹം തന്നെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറഞ്ഞു. ആ വിഷയം ഞാനത് ക്ലിയർ ചെയ്യാം. ഞാനത് ക്ലിയർ ചെയ്യാം. ഞാൻ പറഞ്ഞോട്ടെ, അതാ പറയാൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ സഭയുടേതല്ലാത്ത, അല്ലെങ്കിൽ സഭയ്ക്ക് നേരിട്ട് പങ്കില്ലാത്ത ഒരു കരോൾ സംഘത്തെ ആരോ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വരെ ഫാദർ ഉദ്ധരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്നലെ ക്രിസ്മസ് തലേന്ന് ഇത്തരത്തിൽ 3 വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ അടിച്ചു എന്നാണ് ഞാൻ കണ്ട വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെ നടന്നിട്ട് പോലും 3 വയസ്സുകാരിയായ ഒരു പിഞ്ചു കുഞ്ഞിനെ തല്ലിയിട്ട് പോലും ഫാദർ പറഞ്ഞു വന്ന സെനാരിയോക്കകത്ത് അത് വന്നില്ല എന്നുള്ള
ഒരു സാങ്കേതികമായിട്ടുള്ള പിഴവ് അദ്ദേഹത്തിന് അത് സാങ്കേതികമായി സംഭവിച്ചതാണെങ്കിൽ ആ സാങ്കേതികമായ പിഴവ് ഞാൻ ചൂണ്ടിക്കാട്ടി എന്നുള്ളതേ ഉള്ളൂ. നമ്മളിവിടെ ചർച്ച ചെയ്തത് എന്താണ്? വളരെ ആസൂത്രിതമായി നടക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരായ അക്രമത്തെക്കുറിച്ചാണ് നമ്മളുടെ ചർച്ച. അപ്പോൾ അത് നമ്മൾ യുപിയിൽ കാണുന്നുണ്ട്, ഡൽഹിയിൽ കാണുന്നുണ്ട്, ഒഡീഷയിൽ കാണുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ കാണുന്നുണ്ട്, ക്രിസ്മസ് രാവിലെ കാണുന്നുണ്ട്. ഈ അത്രയും ഗൗരവമുള്ള വളരെ ആസൂത്രിതമായി നടക്കുന്ന, അത് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലും നടക്കുന്ന അതിന്റെ തുടർച്ച എന്ന തവണ ഇത്തവണ അരങ്ങേറുമ്പോൾ അത്രയും ഗൗരവമായ വിഷയത്തിലാണ് നമ്മൾ ചർച്ച നടക്കുന്നത്. അത് ഏതെങ്കിലും പ്രദേശത്ത് പ്രാദേശികമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ അതുമായി അങ്ങനെയല്ല. രാജ്യമെമ്പാടും നടക്കുന്ന ആക്രമണങ്ങൾ, അത് തുടർന്ന് വരുന്ന ആക്രമണങ്ങളുടെ കാര്യം പറയുമ്പോൾ ആലപ്പുഴയിൽ ഒരു കുട്ടിക്ക് അടികൊണ്ടു എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയുന്നു എന്നല്ലല്ലോ. അത് തള്ളിക്കളയുന്നത് അവിടെ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള പ്രശ്നമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആങ്കറിനോട് ഞാൻ ചോദിക്കട്ടെ, വളരെ നിഷ്പക്ഷമായാണ് ഫാദർ സംസാരിച്ചതെങ്കിൽ ഫാദർ പറഞ്ഞു വന്ന ഒരു സെനാരിയോയിൽ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഫാദർ പറഞ്ഞു വന്ന എല്ലാ സെനാരിയും ഞാൻ കേട്ടല്ലോ. അപ്പോൾ ഏറ്റവും അവസാനം ഇന്നലെ ക്രിസ്മസ് തലേന്ന് നടന്ന കാര്യം കൂടി ഫാദർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഡൈവേർഷൻ്റെ ആവശ്യമില്ല. അതെന്തുകൊണ്ട് മനഃപൂർവ്വമായി മറന്നു പോകുന്നു? സഭയ്ക്ക് ബന്ധമില്ലാത്ത പുതുശ്ശേരിയിലെ വിഷയം, പാലക്കാട്ടെ വിഷയം അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം മറന്നു പോകുന്നത്? അപ്പോൾ അവിടെ ഒരു ദുഷ്ടലാക്കില്ലേ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ ഞാൻ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ കണ്ടം ചെയ്യല്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. അദ്ദേഹം പറഞ്ഞല്ലോ പല സ്ഥലങ്ങളുടെ വിഷയം അദ്ദേഹം പറഞ്ഞു. അതിൽ അദ്ദേഹം പറയട്ടെ, എവിടെയാണ് സംഘപരിവാറിൻ്റെ ഒരു സംഘടന? നേരിട്ട് സംഘപരിവാർ സംഘടന എന്ന് പറയുമ്പോൾ സംഘത്തിന്റെ മുഴുവൻ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ എടുത്തോളൂ, BJP ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും. ഇതിൽ ഏതെങ്കിലും ഒരു സംഘടന ആസൂത്രിതമായി ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ക്രൈസ്തവ ദേവാലയത്തെയോ ക്രൈസ്തവ സഭകളെയോ ആക്രമിച്ചൊരു സ്ഥലം പറയട്ടെ. ഇപ്പൊ തൊട്ടടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. ഒരു സ്ഥലം പറയട്ടെ, ഒരു സ്ഥലം. ഞാൻ പല സ്ഥലങ്ങളും അക്കമിട്ട് നിർത്തി പറഞ്ഞു. താങ്കൾ പറയുമ്പോൾ ആ സംഘടന എന്ന് പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ സംഘപരിവാർ സംഘടനകൾ ഏതൊക്കെയാണ് എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയും ഞാൻ ആദ്യത്തെ കാര്യം പറയാം. യുപിയിൽ ക്രിസ്മസ് ആഘോഷം ഒഴിവാക്കിയത് ആരാണ്? നന്ദു. അവിടെ ഭരിക്കുന്നത് ആരാണ്? യുപിയുടെ മുഖ്യമന്ത്രി. അതിനെ നിങ്ങൾ വക്രീകരിക്കുകയാണ്. സദ്ഭാവന ദിനത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്മസിന് അവധി കൊടുക്കേണ്ട ഒരു സർക്കുലർ വന്നിട്ടില്ല. ക്രിസ്മസിന് അവധി കൊടുക്കേണ്ട ഒരു സർക്കുലർ വന്നിട്ടില്ല. ഫാദർ തെറ്റിദ്ധരിപ്പിച്ചു നിർബന്ധമായും ഹാജരുണ്ടാകണമെന്ന് പറയുമ്പോൾ അത് ക്രിസ്മസ് ദിനം നിങ്ങൾക്ക് കരുതാൻ വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അറിയപ്പെടുന്ന നേതാവാണ് ബിജെപിയുടെ നേതാവാണ്. കാഴ്ച പരിമിതിയുള്ള കുട്ടിയെ ആക്രമിച്ചത്. അങ്ങനെ BJPയുടെ ഏതെങ്കിലും ഒരു നേതാവ്, നിങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? നിങ്ങൾ നോക്കൂ, ഈ ചർച്ചയെ വളരെ ആസൂത്രിതമായി വളച്ചൊടിക്കുക. നിങ്ങൾ ചോദിച്ചു ഒരു സംഘപരിവാർ സംഘടനയ്ക്ക് ബന്ധമുണ്ടോ? എത്ര ബന്ധം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം. ആദ്യ മണിക്കൂറിൽ തന്നെ ഇത്തരം നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ ആ ചർച്ചയെ വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. യുപി സർക്കാർ കൊടുക്കുന്ന സർക്കുലർ ആരുടേതാണ് എന്നത് താങ്കൾക്ക് സംശയമില്ല. യുപി സർക്കാരിന്റെ സർക്കുലർ ആരുടേതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ദിവസം AB വാജ്പേയി ജന്മശതാബ്ദി ദിനം ആയി ആഘോഷിക്കണമെന്ന് പറഞ്ഞതും ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള വേഷവിധാനങ്ങളോടുകൂടി സ്കൂളുകളിലെത്തല്ലു എന്നൊക്കെ പറഞ്ഞത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഉൾപ്പെടെ നടത്തുന്ന ആക്രമണങ്ങൾ നടക്കുകയാണ്. ഹിന്ദു ചാലിസ ചൊല്ലി ഇന്നലെ ഹനുമാൻ ചാലിസ ചൊല്ലി അവിടെ നടത്തുന്നത് ഹിന്ദു സംഘടനകളാണ്. ഈ സമയത്ത് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് മാത്രമാണോ ഇല്ലാത്തത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ സംഘടനകൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കാം. എന്റെ വീട്ടിലെ എന്റെ അച്ഛനോ അനിയനോ മാമനോ കൊച്ചനോ ചെയ്യുന്ന ഉത്തരവാദിത്തം ഞാൻ എടുക്കാം. അയലത്തെ വീട്ടിലെ അച്ഛനും അനിയനും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും അതെനിക്ക് സാധിക്കില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. നിങ്ങളിപ്പോ ന്യൂസ് 18 കൊടുക്കുന്ന ഒരു വാർത്തയുടെ ഉത്തരവാദിത്തം ന്യൂസ് 18 ഏറ്റെടുക്കാം. മനോരമ കൊടുക്കുന്ന വാർത്തയുടെ ഉത്തരവാദിത്തം കൂടി ന്യൂസ് 18 എടുക്കണം. നിങ്ങളെല്ലാം മാധ്യമങ്ങളാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? അല്ലാതെ നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾ ആദ്യം ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസ് അവധി റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവും വന്നിട്ടില്ല. അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്.
സദ്ഭാവന ദിനം ആചരിക്കണമെന്ന് പറഞ്ഞിരിക്കും, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ക്രിസ്മസ് ദിനം അവധിയല്ല എന്നുള്ള ഒരു ഉത്തരവും അവിടെ വന്നിട്ടില്ല. അതൊക്കെ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമമാണ്. അതൊന്നും അങ്ങനെ ആ നിലയ്ക്ക് അനുവദിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിൽ ഒരിടത്ത് മാത്രമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ബി.ജെ.പിയുടെ ഏതോ ഒരു നേതാവിന്റെ പേര് താങ്കൾ പറയുന്നത്. ഞാൻ ആ പേര് കൺഫേം ചെയ്തിട്ടില്ല, എങ്കിലും ബി.ജെ.പിയുടെ നയം ഞാൻ പറയാം. ഒരേ രാജ്യത്ത് ഒരേ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് നമുക്കാർക്കും ആരുടെയും ഓശാരമൊന്നും വേണ്ട. ക്രിസ്മസ് എന്ന് പറയുന്നത് ഡിസംബർ 25 തീയതിയാണ് എന്നുള്ളത് ഞങ്ങൾ ഈ ഭാരതത്തിനകത്തുള്ള എല്ലാ മതങ്ങളോടും, എല്ലാ സമ്പ്രദായങ്ങളോടും, എല്ലാ ആചാരങ്ങളോടും, എല്ലാ സംസ്കാരങ്ങളോടും ഒരേ ഭാവനയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സംഘടനയുടെ നിലപാടാണല്ലോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നിലപാട്. അല്ലാതെ വ്യത്യസ്തമായ നിലപാടുണ്ടാവില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നിലപാടാണ് രാജ്യത്തിന്റെ ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ നിലപാട്. അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുടെ തലവൻ തന്നെ നേരിട്ട് ഈ പറയുന്ന കത്തീഡ്രലിൽ വന്നിരുന്ന അവിടുത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും അദ്ദേഹം തന്നെ ലോകത്തിനോട് പറയാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭാഗമായിട്ടുള്ള ഒരു ക്രിസ്മസ് ദിനം നമുക്ക് ഐക്യത്തിന്റെ ഒരു ദിനം കൂടിയായി മാറണം എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങളുടെ സംഘടനയുടെ കാര്യം കൃത്യമാണ്. ഇനി ഏതെങ്കിലും ഒരു സംഘടന നടത്തുന്നതിൻ്റെയൊക്കെ പാപഭാരം നിങ്ങൾ ഞങ്ങളുടെ തോളിലേക്ക് വെച്ച് കെട്ടണ്ട, അതത് സംഘടനകളുടെ തലയിൽ തന്നെ വെച്ച് കെട്ടിക്കോളൂ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ പറയുന്നു, എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി പറയുന്നു, ബി.ജെ.പി. എന്ന് പറയുന്ന സംഘടന രാജ്യത്തൊരിടത്തും ഇത്തരത്തിൽ ക്രൈസ്തവ എന്നുള്ളതല്ല ഏത് ആരാധനാലയത്തിനെയും, ഏത് ആരാധനാ സമ്പ്രദായത്തെയും, ഏത് സംസ്കാരത്തിനെയും എതിർക്കുന്ന ഒരു സംഘടനയല്ല. എല്ലാ സംഘടനകളെയും, എല്ലാ ആശയങ്ങളെയും, എല്ലാ ആരാധനാലയങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന സംഘടന. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഓഫീസിനകത്ത് ചാപ്പൽ തന്നെയുള്ള സംസ്ഥാനങ്ങളുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന സ്വന്തം ഓഫീസിനകത്ത് ഈ ശുശ്രൂഷയ്ക്കുള്ള ചാപ്പൽ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സംഘടന എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന നിലയിലേക്ക് ഒരു എതിർ ദിശയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്? അതൊക്കെ വെറും അടിസ്ഥാനരഹിതമാണ്. സർക്കാർ ഇറക്കുന്ന സർക്കുലർ അത് ബി.ജെ.പി. സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല, ബി.ജെ.പിയുടെ ഉത്തരവാദിത്തമല്ല. ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെ ഉത്തരവാദിത്തമല്ല. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഈ അക്രമ സംഭവങ്ങൾക്കെതിരെ ഞാൻ പറയട്ടെ നന്ദു, യുപിയിൽ നടക്കുന്നതെല്ലാം ബി.ജെ.പിയുടെ തലയിലാണെങ്കിൽ, മധ്യപ്രദേശിൽ നടക്കുന്നതെല്ലാം ബി.ജെ.പിയുടെ തലയിലാണെങ്കിൽ, കേരളത്തിൽ നടക്കുന്ന മുഴുവൻ നിങ്ങൾ CPM-യുടെ തലയിലേക്ക് എന്താ വെക്കാത്തത്? അപ്പൊ നിങ്ങൾക്ക് ബി.ജെ.പിയെ കോർണർ ചെയ്യണം. ബി.ജെ.പിയെ കോർണർ അത് ശരിയല്ല. താങ്കൾ ഒച്ചയെടുത്താലും താങ്കൾ ഒച്ചയെടുത്താൽ ഞാനും അത് ഒച്ചയെടുക്കും. താങ്കൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി പോകും. താങ്കൾ ഒരു നിഷ്പക്ഷ നിലപാടെടുത്താണ് ആങ്കർ നിൽക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടല്ല പറയേണ്ടത്. അങ്ങനെ താങ്കൾ ഡൽഹിയിൽ നടന്നതെല്ലാം ബി.ജെ.പിയുടെ തലയിലാണെങ്കിൽ ഇവിടെ പറഞ്ഞിടത്തല്ല, ഈ പറഞ്ഞ കേരളത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ CPM-യുടെ തലയിൽ വെക്ക്, കർണാടകയിൽ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ തലയിൽ വെക്ക്, ഹിമാചലിൽ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഇവിടെ വാജ്പേയി ജന്മശതാബ്ദി എല്ലായിടത്തും ആചരിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു നിർബന്ധം നിങ്ങൾ എന്തിനാണ് ഈ വല്ലയിടത്തും അക്രമം നടക്കുന്നത് മുഴുവൻ ബി.ജെ.പിയുടെ തോളിൽ തന്നെ വെക്കണം? നിങ്ങൾക്ക് എന്താ ആഗ്രഹം? അതെനിക്ക് മനസ്സിലാവാത്തതുണ്ട്. നിങ്ങൾ അതിന്റെ സത്യം മനസ്സിലാക്കിയോ? അതിലെ ഏത് സംഘടനയാണെന്ന് മനസ്സിലാക്കിയോ? ആ സംഘടനയും ബി.ജെ.പിയുമായിട്ട് അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കിയോ? അതിനകത്ത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബി.ജെ.പിയുടെ നിലപാടല്ല. ബി.ജെ.പിക്ക് ഒരു മതവിഭാഗത്തിനോടും ഒരു ആരാധനാ സമ്പ്രദായത്തോടും ബി.ജെ.പിക്ക് എതിർപ്പുമില്ല. ബി.ജെ.പി അതിനെ ഒന്നും തടയുന്ന പാർട്ടിയുമല്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞും ചർച്ച ജയിക്കാമെന്ന് കരുതരുത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം ജയചന്ദ്രൻ, ഉത്തരേന്ത്യയിൽ ഇത് ആവർത്തിച്ച് നടക്കുന്ന സംഭവങ്ങളാണ്. അതിന്റെ ആവർത്തനം ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ദൗർഭാഗ്യവശാൽ ഈ ദിവസം തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു. പക്ഷേ നമ്മൾ